ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കാന്ത ഇറങ്ങി 4-ാം ദിനമാണ്. ഇന്ന് തിങ്കളാഴ്ച. എങ്ങനെയായിരിക്കും സിനിമയുടെ പ്രകടനം? അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് നമുക്ക് അറിയാനും കഴിയുക. കഴിഞ്ഞ ദിവസം വരെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. ഞായറാഴ്ചയും ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. തുടക്കം മുതൽ നമ്മൾ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വേറെയൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ തമിഴ് വെർഷൻ മാത്രം ഉള്ളതുകൊണ്ട്. ദുൽഖർ സിനിമയാണ് സമ്മതിച്ചു, പക്ഷേ മലയാളികളാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മലയാളം ഡബ്ഡ് വെർഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഡബിൾ കളക്ഷൻ വന്നേനെ. ഇവിടെ തമിഴ് ഡബ്ഡ് വെർഷൻ അല്ലെങ്കിൽ തമിഴ് വെർഷൻ മാത്രമായിട്ട് വരുമ്പോൾ ഡബ്ഡ് അല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ കാണാൻ ചാൻസുകൾ വളരെ കുറവ് തന്നെയാണ്. ഹാർഡ് കോർ ഫാൻസ് അല്ലെങ്കിൽ ഈ സിനിമയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് കയറാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഞെട്ടിക്കുക തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ 760 ഷോകളിൽ നിന്ന് 44,902 ടിക്കറ്റുകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 19.5% ഓക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 74,82,995 രൂപ, അതായത് 75 ലക്ഷം രൂപ എന്നേറെക്കുറെ നമുക്ക് പറയാം. സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ ഇന്നലെയും വന്നിരിക്കുന്നു. തുടർച്ചയായി 3-ാം ദിനവും സിനിമ 1 കോടിക്ക് മുകളിൽ നേടുന്നു. ട്രാക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,35 ലക്ഷം രൂപ നേടിയ ചിത്രം 3,20 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത്. നമ്മളൊരു ഫൈനൽ പ്രതീക്ഷിച്ചിരുന്നത് 5 കോടിയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇന്ന് ഇതുവരെ 28,000-ഓളം രൂപയാണ് മോർണിംഗിൽ തന്നെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രകടനമാണ് വിലയിരുത്തേണ്ടത്. എന്താണ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഒരു 30-40 ലക്ഷം രൂപയോളമാണ്. ആ റേഞ്ചിലേക്ക് വന്നാൽ തന്നെ സിനിമ വലിയ ബ്ലോക്ക് ബസ്റ്റർ ആവുകയാണ് കേരളത്തിൽ. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 30 കോടി കടന്നിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് വന്നത് 20.5 കോടിയോളമാണ്. ഇന്നലെയും സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ കയറാനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 24 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഡിവിഷനും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. 2-ാം ദിനങ്ങൾ അല്ലെങ്കിൽ 2 ദിനങ്ങൾ കൊണ്ട് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ 16,62 ലക്ഷം രൂപയോളമായിരുന്നു. എന്തായാലും ഈ സിനിമ 3 ദിനങ്ങൾ കൊണ്ട് ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രം 24 കോടി നേടുമ്പോൾ 25 കോടി കടന്നിരിക്കുന്നുവെന്ന് ഉറപ്പിക്കാവുന്നതാണ്. എന്തായാലും ഒഫീഷ്യലായിട്ട് 25 കോടിയുടെ പോസ്റ്റർ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ 30 കോടിയുടെ പോസ്റ്ററുമായി ദുൽഖറും ടീമും എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് 5 കോടിക്ക് മുകളിലും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 4 കോടിക്ക് മുകളിലും കേരളത്തിൽ നിന്ന് 3 കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.5 കോടിക്ക് മുകളിലുമാണ് ഏകദേശമായിട്ടുള്ള കണക്കുകൾ ഇന്ന് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ ഏകദേശം ഉച്ച കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോക്കെന്നറിയാം. ഇന്ന് ട്രെൻഡിങ്ങും കാര്യങ്ങളിലും ഒന്നും തന്നെ സിനിമ നിൽക്കുന്നില്ല. മണിക്കൂറുകളിൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന കണക്കുകളും കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇന്നലെ ഏകദേശം ബുക്ക് മൈ ഷോയിലൂടെ 50,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പീരീഡ് ഡ്രാമയായി വന്ന ഈ ഒരു ചിത്രം ഏറെയും അഭിനയം കണ്ട് മോഹിക്കുന്ന അല്ലെങ്കിൽ അഭിനയത്തിനെക്കുറിച്ച് പഠിക്കുന്നത് അല്ലെങ്കിൽ അഭിനയം കാണാൻ കൊതിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ദുൽഖറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാസ്റ്ററായിരിക്കുന്നു ദുൽഖർ എന്ന് പറയാം. ഇതുവരെ കണ്ട ദുൽഖറിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായി. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.